നമസ്കാരം. വൈഖരിയിലേക്ക് സ്വാഗതം. വ്യാകരണ പാഠങ്ങളിൽ പ്രഥമ മുതൽ പഞ്ചമി വരെയുള്ള വിഭക്തികളുടെ പ്രയോഗങ്ങളെപ്പറ്റി കവി ബാലപ്രബോധനത്തിൽ പരാമർശിച്ച ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 18-ാം ശ്ലോകത്തിലായി പറയുന്ന ഷഷ്ഠി വിഭക്തിയുടെ പ്രയോഗം എങ്ങനെയെന്ന് പരിശോധിക്കാം. അർത്ഥം വിശദമാക്കുന്നതിന് മുമ്പായി 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ കേൾക്കാം. വൃക്ഷത്താൽ ആന കൊല്ലപ്പെട്ടെന്നീ വണ്ണം തൃതീയയും നമസ്ചകാര വൃക്ഷായ ശാഖാ സംരുബ്ധ ഭാസ്വതേ. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ. പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി. ഇവിടെ 18-ാം ശ്ലോകത്തിൽ അഥ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത എന്നു പറയുന്നു. അഥ എന്നാൽ അനന്തരം അഥവാ അതിനുശേഷം എന്നും, വൃക്ഷസ്യ എന്നാൽ വൃക്ഷത്തിൻ്റെ എന്നും, ശാഖ എന്നാൽ കൊമ്പ് എന്നും, ചാത്യന്തമുന്നത അഥവാ ച അത്യന്തം ഉന്നത എന്നു വച്ചാൽ അത്യധികം ഉയർന്നു നിൽക്കുന്നു എന്നുമാണ് അർത്ഥം. അതായത് വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത എന്നു പറയുന്നതിലൂടെ വൃക്ഷത്തിൻ്റെ കൊമ്പ് വളരെയധികം ഉയർന്നു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി 17, 18 ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കാം. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ. പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി. ഷഷ്ഠി വിഭക്തിയുടെ പ്രയോഗം ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഷഷ്ഠി വിഭക്തിയിൽ വൃക്ഷസ്യ ശബ്ദത്തിന് വൃക്ഷത്തിൻ്റെ എന്നാണ് അർത്ഥം വരുന്നത്. അതിനാൽ വൃക്ഷസ്യ ശാഖ എന്നു വരുമ്പോൾ വൃക്ഷത്തിൻ്റെ ശാഖ എന്ന് അർത്ഥം വന്നിരിക്കുന്നു. അത് സൂചിപ്പിക്കുകയാണ് വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത എന്നതിലൂടെ. ഇനി വിഭക്തിപ്രയോഗങ്ങൾ വിശദമാക്കുന്ന ശ്ലോകങ്ങൾ ഒരാവർത്തി ഒരുമിച്ച് കേൾക്കാം. സപ്തമി വിഭക്തിപ്രയോഗം എപ്രകാരം എന്ന് വിശദമാക്കുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതെന്നു പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയയ്ക്കതിനെ പുനഃ, അതിനോടതിലേക്കെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ടാലോടൂടെ എന്നപി ആയിക്കൊണ്ടു ചതുർത്ഥി ച സർവത്ര പരികീർത്തിത. അതിങ്കൽ നിന്നു പോക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടെ ഷഷ്ഠിക്കതിൻ്റെ വെച്ചുമെന്നപി. അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമീ മത വിഭക്ത്യർത്ഥങ്ങളീ വണ്ണം ചൊല്ലുന്നു പല ജാതിയും. വൃക്ഷ തിഷ്ടത്യസൗ വൃക്ഷം നിൽക്കുന്നു വൃക്ഷമാശ്രയേ വൃക്ഷത്തെ ആശ്രയിക്കുന്നേൻ വൃക്ഷേണ ദ്വിരദോഹത. വൃക്ഷത്താൽ ആന കൊല്ലപ്പെട്ടെന്നീ വണ്ണം തൃതീയയും നമസ്ചകാര വൃക്ഷായ ശാഖാ സംരുബ്ധ ഭാസ്വതേ. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ. പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നത വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി.